كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്തും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സുപരിതമായിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഖാരിയ. ആ സൂറത്തുൽ ഖാരിയ നമ്മൾ ഓതുമ്പോൾ അതിലെ 2 വചനങ്ങൾ ഇപ്രകാരമാണ്: ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാദിയ. ആരുടെ തുലാസാണോ ഖനം തൂങ്ങുന്നത് അവൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും. സംതൃപ്തകരമായിട്ടുള്ള ജീവിതം എന്നുള്ളത് അൽ ജന്ന, സ്വർഗമാണ്. അതിൻ്റെ ബാക്കി ഭാഗം പറയുന്നത് വമൻ ഖഫ്ഫത് മവാസീനുഹു. അന്ന് ആരുടെ തുലാസുകളാണോ ഖനം കുറയുന്നത്, ലഘുവാകുന്നത്, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയയായിരിക്കും, നരകമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പ്രയോഗിച്ചൊരു പ്രയോഗമാണ് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുക എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അളവ് പാത്രത്തിനാണ് മീസാൻ എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കി കണക്കാക്കുന്നതിനാണ് തുലാസ്, മീസാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ തൂക്കി കണക്കാക്കുമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്.
അത് തൂക്കി കണക്കാക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒന്നാണ് മീസാൻ, തുലാസ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നേ ദിവസം കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നത് സത്യമായിരിക്കും. ഒരു സ്ഥലത്ത് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയാഇന്റെ 47-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർവമായിട്ടുള്ള തുലാസ് നാം സ്ഥാപിക്കുന്നതാണ്. ആ മീസാനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് നീതിപൂർണമായിട്ടുള്ള തുലാസാണ്. അതിൽ വഞ്ചനകളില്ല, ആളുകളെ പറ്റിക്കുന്നതല്ല. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഫലാ തദ്ലമു നഫ്സുൻ ശൈആ. അന്ന് ഒരാളോടും ഒട്ടും തന്നെ അനീതി ഒരിക്കലും തന്നെ ചെയ്യപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത്, വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഹർദൽ അതൈനാ ബിഹാ. അത് ഒരു ചെറിയ കർമ്മമാകട്ടെ, എത്രത്തോളം എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്? കടുക് മണിയോളം തൂക്കം വരുന്ന അവന്റെ നന്മകളാകട്ടെ അവന്റെ തിന്മകളാകട്ടെ, അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരുന്നതാണ്. വകഫാ ബിനാ ഹാസിബീൻ, കണക്ക് നോക്കാൻ നാം തന്നെ മതി. ഈ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മീസാനിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പദപ്രയോഗമാണ് ഇതിന് നടത്തിയിട്ടുള്ളത്. ഒന്ന് മീസാൻ എന്നും മറ്റൊന്ന് മവാസീൻ എന്നുമാണ്. എന്നാൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മീസാൻ എന്നുള്ള പദം മാത്രമാണ്. ഈ മീസാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ദുനിയാവിലെ നമ്മൾ കണക്കാക്കുന്ന മീസാനുകളല്ല. നമ്മൾ കണക്കാക്കുന്ന മീസാനിൽ അതിൻ്റെ ഭാരങ്ങൾക്കൊരു പരിധികൾ ഉണ്ടാകും. ആ പരിധി കഴിഞ്ഞാൽ അതിലൊരിക്കലും തന്നെ അത് തൂങ്ങൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആകാശഭൂമികളെപ്പോലും തൂക്കി കണക്കാക്കാൻ പറ്റിയ മീസാനുകളാണ് അല്ലാഹു നാളെ പരലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. നമ്മൾ ആലോചിക്കുക, ആകാശവും ഭൂമിയും എത്ര വിശാലമാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മീസാൻ അന്ത്യനാളിൽ സ്ഥാപിക്കപ്പെടും. അതിൽ ആകാശഭൂമികൾ തൂക്കപ്പെട്ടിരുന്നെങ്കിൽ അത് അതിന് പര്യാപ്തമാകുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മലക്കുകൾ ചോദിക്കും, അല്ലാഹുവേ, ആരെയാണ് ഇതിൽ തൂക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് കൊടുക്കുന്ന മറുപടി, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ സൃഷ്ടികളെ ഞാൻ ഇതിൽ തൂക്കുന്നതാണ്. ആ സമയത്ത് മലക്കുകൾ പറയും, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, നിന്നെ ആരാധിക്കേണ്ട മുറപ്രകാരം ഞങ്ങൾ ആരാധിച്ചിടാമെന്ന് മലക്കുകൾ അല്ലാഹുവോട് മറുപടി നൽകുമെന്ന്
ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു തിരുവചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ആ ഹദീസിന്റെ ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. യദുല്ലാഹിൽ മല, ഇടതടവില്ലാതെ രാപ്പകലുകൾ ചെലവഴിച്ചാലും അതിൽ നിന്നൊട്ടും തന്നെ കുറയുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആകാശഭൂമികൾ സൃഷ്ടിച്ചതു മുതൽ ഇതിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സമ്പത്ത് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്നാണ്. അതൊരിക്കലും തന്നെ നമ്മൾ എത്ര എടുത്തു കൊടുത്താലും അത് കുറയുകയില്ല. റബ്ബ് നമുക്ക് ഇരട്ടിയായിക്കൊണ്ട് നൽകിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ബാക്കി പറഞ്ഞ ഭാഗം നോക്കൂ നിങ്ങൾ. അർശുഹു അലൽ മായി, അവൻ്റെ അർശ് വെള്ളത്തിൻ്റെ മേലിലാണ്. വബിയദിൽ ഉഖറാ മീസാനുൻ, അവൻ്റെ മറുകൈയിൽ മീസാനുണ്ട്. മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന മീസാൻ അവൻ്റെ മറുകൈയിലുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, യഖ്ഫുളു വയർഫഉ, അത് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 7411 വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ ഇഹലോകത്ത് ഭാരവും വലിപ്പവുമുള്ള എത്ര വലിയ തടിച്ച മനുഷ്യരായിരുന്നാലും ശരി, പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവർ തൂക്കപ്പെടുമ്പോൾ ഒരു ഭാരവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈ മീസാനിൽ അള്ളാഹു തൂക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല തൂക്കുക, മറിച്ച് മനുഷ്യരെ വരെ, സൃഷ്ടികളെ വരെ ആ മീസാനിൽ തൂക്കപ്പെടുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാം, ഇന്നഹു ലയഅതി റജുലുൻ അലീമ സമീനുൻ യൗമൽ ഖിയാമ, തടിച്ച വലിയ ഒരു മനുഷ്യൻ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും. എങ്ങനത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞത്? നല്ല തടിച്ച, അല്ലേ, അങ്ങനത്തെ വലിയ ഒരു മനുഷ്യനെയാണ് നാളെ പരലോകത്ത് കൊണ്ടുവരിക. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മീസാനിൽ അവനെ തൂക്കുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ തൂക്കം പോലും അവന് ഉണ്ടാവുകയില്ല. മനുഷ്യർ എത്ര തടിച്ചവനാണെന്ന് പറഞ്ഞാലും, എത്ര ഭാരമുള്ളവനാണെന്ന് പറഞ്ഞാലും, എത്ര ഉയരമുള്ളവനാണെന്ന് പറഞ്ഞാലും ശരി, തടിയിലോ ഭാരത്തിലോ അല്ല അള്ളാഹുവിൻ്റെ മീസാനിന്റെ കനം തൂങ്ങുന്നത്. മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് അവന്റെ ഭാരങ്ങൾ തൂക്കപ്പെടുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ഒരു കൊതുകിന്റെ ഭാരം പോലും അവന് ഉണ്ടാവുകയില്ല. എന്നിട്ട് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹഫിന്റെ 105-ാമത്തെ വചനം പ്രവാചകൻ ഓതി. അതിന്റെ അവസാന ഭാഗത്ത് ഇതിങ്ങനെയാണുള്ളത്, ഫലാ നുഖിമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, അന്ത്യനാളിൽ അവർക്ക് യാതൊരു തൂക്കവും സ്ഥാനവും അവന് നിലനിർത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു തടിയില്ല എന്ന് കൂട്ടിക്കോളികൾ,
മലിഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷെ അയാൾ ഒരു സൽക്കർമ്മിയാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ, അല്ലേ, ഖിയാമത്ത് നാളിൽ അവൻ്റെ മീസാനിൽ അവൻ വലിയ കനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആരാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? മെലിഞ്ഞൊട്ടിയ ഒരാളാണ്. നമ്മൾ ചില ആളുകളെ നോക്കിയിട്ട് പറയല്ലോ, എന്താ അവൻ്റെ കോലം, ഈർക്കിളിൻ്റെ കോലേ ഉള്ളൂ. അങ്ങനെ മെലിഞ്ഞൊട്ടിയ ഒരാളായിരുന്നു ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അറാഖിൻ്റെ മരത്തിൽ കയറി എന്നാണ്. അറാഖിൻ്റെ മരത്തിൽ. അപ്പൊ ശക്തമായ കാറ്റടിച്ചപ്പോൾ ആ മരം അദ്ദേഹത്തെയും കൊണ്ടെന്താ ഇങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണങ്കാലുകൾ അല്ലേ ശരീരത്തിൽ നിന്ന് തുണികൾ മാറിക്കൊണ്ട് കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോ സ്വഹാബാക്കൾ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് സ്വഹാബാക്കളോട്, ചിരിച്ച ആളുകളോട് പറഞ്ഞിട്ടുള്ളത്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, അദ്ദേഹത്തിൻ്റെ കാലുകൾ മീസാനിൽ ഉഹദ് പർവ്വതത്തോളം ഭാരമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ഭാരങ്ങളല്ല മീസാനിൽ കനം തൂങ്ങുക എന്നുള്ളതാണ്. മറിച്ച് നന്മകളുണ്ടോ, സൽക്കർമ്മങ്ങളുണ്ടോ, അതാണ് ഭാരങ്ങൾ തൂക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിൻ്റെ തുലാസിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില കർമ്മങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അത്തരം കർമ്മങ്ങൾ ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ശരിയാക്കുക എന്നുള്ളതാണ്. ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അല്ലാഹുവല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നുള്ള സാക്ഷ്യവചനങ്ങൾ മനസ്സ വാച കർമ്മ അംഗീകരിക്കലാണ്. അത് തീർച്ചയായിട്ടും മീസാനിൽ കനം തൂങ്ങുന്ന കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. പ്രവാചകന്റെ ഹദീസിൽ നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ സയഖലസു റജുലൻ മിൻ ഉമ്മതി അലാ റൂസി ഖലായിക യൗമൽ ഖിയാമ ഫയൻഷുറു അലൈഹി 99 സിജ്ല കുല്ലു സിജ്ലിൻ മിസ്ല മുദ്ദിൽ ബസ്വറി സുമ്മ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തീർച്ചയായും ഉന്നതനും പ്രതാപനുമായിട്ടുള്ള അല്ലാഹു അന്ത്യനാളിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ സൃഷ്ടികൾക്ക് മുമ്പിൽ നിന്ന് വിളിക്കപ്പെടുന്നതാണ്. ആളുകൾക്കിടയിൽ നിന്ന് ഒരാളെ അല്ലാഹു എന്താക്കും? വിളിക്കുമെന്നുള്ളതാണ്. വിചാരണകൾക്ക് വേണ്ടി, വിധി തീർക്കാൻ വേണ്ടി അവനെ വിളിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ വാക്കെന്താണ്? 99 വലിയ ഗ്രന്ഥങ്ങൾ അവന്റെ മുമ്പിലേക്ക് അല്ലാഹു നിരത്തി വെക്കുമെന്നുള്ളതാണ്. അതിലെ ഓരോ ഗ്രന്ഥങ്ങളും കണ്ണെത്താ ദൂരത്തേക്കുള്ള വലിപ്പങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ്. അങ്ങനത്തെ 99 ഗ്രന്ഥങ്ങൾ അവന്റെ മുമ്പിൽ അല്ലാഹു പ്രദർശിപ്പിക്കും. ഈ ഗ്രന്ഥത്തിലൊക്കെ എന്താ? മനുഷ്യൻ ദുനിയാവിൽ ചെയ്ത മുഴുവൻ
പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയ ഏടാണ് അവന്റെ മുമ്പിൽ അള്ളാഹു പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു അവനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നോക്കൂ നിങ്ങൾ, പ്രവാചകനോട് അള്ളാഹു ചോദിക്കുന്നു, അതുൻകിറു മിൻ ഹാദാ ശൈഉൻ. അവൻ ചെയ്ത എല്ലാ പ്രവർത്തികളും അവന്റെ മുമ്പിൽ ലൈവായി കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു അവനോട് ചോദിക്കുന്ന ചോദ്യം, ഇതിൽ ഏതെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇന്ന് എന്തെല്ലാം ആധുനിക സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു കുറ്റവാളിയുടെ മുമ്പിൽ അയാൾ കട്ടരംഗങ്ങൾ കൃത്യമായി കാണിക്കപ്പെട്ടുകൊണ്ട് അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഒരു കുറ്റവാളി ഏത് രൂപത്തിലായിരിക്കും കീഴടങ്ങുക എങ്കിൽ അതിനേക്കാൾ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള ആ സംവിധാനങ്ങൾക്ക് മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ മനുഷ്യൻ അതാ അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് റബ്ബ് ചോദിക്കുന്ന ചോദ്യം, ഇതിൽ നീ ഏതിനെങ്കിലും നിഷേധിക്കുന്നുണ്ടോ എന്ന്. മനുഷ്യൻ പറയും, ലാ, ഇല്ല റബ്ബേ, ഞാനൊന്നും തന്നെ നിഷേധിക്കുന്നില്ല. അല്ലാഹുവിന്റെ അടുത്ത ചോദ്യം, എഴുതി വെച്ച മലക്കുകൾ നിന്നോട് അനീതി കാണിച്ചിട്ടുണ്ടോ? മനുഷ്യന് പറയുന്നു, റബ്ബേ, ഇല്ല റബ്ബേ, അനീതികൾ കാണിക്കപ്പെട്ടിട്ടില്ല. എല്ലാം ഞാൻ ചെയ്തതാണ്, എല്ലാം ഞാൻ കണ്ടതാണ്, എല്ലാം ഞാൻ കേട്ടതാണ്, എല്ലാം ഞാൻ പ്രവർത്തിച്ചതാണ് റബ്ബേ. എൻ്റെ ഏടുകളിലുള്ളതേ ഒന്നും ഞാൻ ചെയ്യാത്തതല്ല, ഒന്നും ഞാൻ പ്രവർത്തിക്കാത്തതല്ല റബ്ബേ. അല്ലാഹുവിന്റെ അടുത്ത ചോദ്യം, വല്ല ഒഴിവ് കഴിവുകളും നിനക്ക് പറയാനുണ്ടോ? ഈ കണ്ട പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ നിനക്ക് പറയാനുണ്ടോ? മനുഷ്യന്റെ മറുപടി, ഇല്ല റബ്ബേ, എനിക്കൊന്നും തന്നെ ഒഴിവ് കഴിവുകൾ പറയാനില്ല. ഈ സമയത്ത് റബ്ബ് അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി വല്ല നന്മയും നിന്റെ കയ്യിലുണ്ടോ? ഒഴിവ് കഴിവ് എന്ന് ചോദിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ല നന്മയും നിന്റെ കൈകളിലുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ സമയത്ത് മനുഷ്യർ ഒന്ന് ഭയക്കുമെന്നുള്ളതാണ്, ഒന്ന് പേടിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താ വാക്ക്? ആ വാക്ക് ഇങ്ങനെയാണ്, ഫയഖൂലു ഇന്നക ഇൻദനാ ഹസന. എന്നാൽ എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടിയൊരു നന്മയുണ്ട്. ലാ ളലമ അലൈക്കൽ യൗം, ഇന്ന് നിന്നോട് ഒരിക്കലും തന്നെ അനീതി കാണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എൻ്റെ കൈകളിൽ ഒരു നന്മ നിനക്ക് വേണ്ടിയിട്ടുണ്ട്. ഫതഖറജു ബിതാഖ, അല്ലാഹു അതാ ആ സമയത്ത് ഒരു ബിതാഖ കൊണ്ടുവരുന്നു, ഒരു കാർഡ് കൊണ്ടുവരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ATM ഇതുപോലെയുള്ള ഒരു കാർഡുകൾ അല്ലാഹു കൊണ്ടുവരികയാണ്. ഫീഹാ, അതിലുണ്ട് എന്താ ഉള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതെഴുതിയ ഒരു ബിതാഖയാണ്, ഒരു കാർഡാണ് അവന് നന്മയായി കൊണ്ട് റബ്ബ് കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്താണ് അല്ലാഹു അതുകൊണ്ട് ചെയ്യുന്നത്? അവിടെ വെച്ചുകൊണ്ട് അതാ അവന്റെ 99 ഏടുകൾ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഈ ബിതാഖയും വെച്ചുകൊണ്ട് തൂക്കപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, റബ്ബേ, ഈ 99 ഏടുകൾ കണ്ണെത്താ ദൂരത്തുള്ള വലിയ ഏടുകൾക്ക് മുമ്പിൽ ഈ ബിതാഖയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് റബ്ബേ? ഈ ചെറിയ ബിതാഖയ്ക്ക് എന്ത് വിലയാണുള്ളത് റബ്ബേ? ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്ന് നിന്നോട് ഒരിക്കലും തന്നെ അനീതി കാണിക്കപ്പെടുകയില്ല, ഇത് തൂക്കപ്പെടുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ആ ബിതാഖ ഈ 99നേക്കാൾ വെച്ച ആ ഏടിനേക്കാൾ കനം തൂങ്ങുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു.
പ്രവാചകൻ ഹദീസിന്റെ അവസാനത്തിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഫലാ യഖ്ബുലു മാ ഇസ്മില്ലാഹി ശൈആ. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തേക്കാൾ കനം തൂങ്ങുന്ന ഒന്നും തന്നെയില്ല. അതിലെഴുതിയ വാചകം എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഹോദരന്മാരെ, അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാകണം, അല്ലേ? അതനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ മൂല്യം അതൊരു വല്ലാത്ത മൂല്യമാണ്. നാളെ നമ്മുടെ മീസാൻ കനം തൂങ്ങുന്ന ഒന്നായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത് നമ്മൾ എണ്ണിച്ചെല്ലുന്നത് അങ്ങനെയാണ്. വെറുതെ വായ കൊണ്ട് പറയാനുള്ളതല്ല, അല്ലേ? മനസ്സ വാച കർമ്മ നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസങ്ങളായി അടിയുറപ്പിച്ചുകൊണ്ട്, അല്ലേ, അതിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം സഹോദരി സഹോദരന്മാരെ. എന്നാൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥകൾ എന്താണ് നമ്മൾ ആലോചിക്കണം. അന്ന് മക്ക മുശ്രിക്കുകളായിട്ടുള്ള ആളുകളോട്, അല്ലേ, നിങ്ങളുടെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് നൽകാനുള്ള മറുപടി എന്താ? അല്ലാഹു എന്നായിരുന്നു. ആകാശങ്ങളെ സൃഷ്ടിച്ചതാരാണെന്ന് മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ റബ്ബി അല്ലാഹ് എന്നായിരുന്നു അവരുടെ മറുപടി. ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നതാരാണെന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാഹ് എന്ന വാക്കായിരുന്നു അവർക്കുണ്ടായിട്ടുള്ളത്. കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കോളുകളും, അല്ലെ, തിരമാലകളും വന്നാൽ അവർ റബ്ബിനോട് മാത്രമായിരുന്നു വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മറ്റുള്ള ആളുകളോട് അവർ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവരോടൊക്കെ സൃഷ്ടിച്ചതാര്, പരിപാലിച്ചതാര് എന്ന് ചോദിച്ചാൽ അവർക്ക് നൽകാനുള്ള മറുപടി അല്ലാഹു എന്നാണെങ്കിൽ, ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകളോട്, അല്ലേ, നിങ്ങളുടെ റബ്ബാരാണ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു മറുപടി നമ്മളെ വേദനിപ്പിക്കുന്ന മറുപടികളാണ്. ആരാ? മടവൂരാണി എന്നുള്ള വാക്കുകളാണ് ഇന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. ആ മടവൂരിന്റെ പോരിശകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പാടിയിട്ടുള്ള മദ്ഹ് ഗാനങ്ങൾ പോലും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. ആ മദ്ഹ് ഗാനത്തിലെ ഒരു വരികൾ എന്താണ് പറയുന്നത്? ആ ഗാനം ഇങ്ങനെയാണ്: മടവൂരാരാ പടച്ചോനോ ചോദിക്കുന്നവരോട് നീ ചൊല്ല്, അതേ അതേ മടവൂരാ ഞങ്ങളെ പടച്ചോൻ മടവൂരാ. കേൾക്കാൻ ഇമ്പമുണ്ടെങ്കിലും ഒരു വിശ്വാസിയുടെ മനസ്സ്, അല്ലേ, വല്ലാതെ വേദനിക്കുന്ന ചില വാചകങ്ങളാണത്. ചോദിച്ചതെന്താ? മടവൂരിന്റെ കുറെ ഇല്ലാത്ത പോരിശകൾ പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാർ ഉറക്കെ ചോദിച്ചു, അല്ലേ, നിങ്ങളുടെ റബ്ബ് ആരാണെന്ന്. റബ്ബിന് നൽകേണ്ട പല സിഫത്തുകളും കഴിവുകളും, അല്ലേ, മടവൂരിന് നൽകിയത് കൊണ്ടാണ് റബ്ബാരാണ് എന്നവരോട് ചോദിച്ചത്. അപ്പോൾ അവർ കൊടുത്ത മറുപടി എന്താ? മടവൂരാരാ പടച്ചോനാണോ ചോദിക്കുന്നവരോട് നീ ചൊല്ല്. അവർ ചൊല്ലിയ വാക്കെന്താ? അതേ അതേ ഞങ്ങളെ പടച്ചോൻ മടവൂരാണി എന്നാണ് ചൊല്ലിയിട്ടുള്ളത്. ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരടിക്കുറപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താ? ഇതൊരു ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗമാണ് എന്നാണ്. നമ്മൾ ആലോചിക്കണം. ഒരു ആലങ്കാരികമായ പദപ്രയോഗം റബ്ബിന്റെ സിഫത്ത് വെച്ചുകൊണ്ട് പറ്റുമോ സഹോദരന്മാര്? ഏത് മക്കളോടും ഏത് കുട്ടികളോടും, അല്ലേ, ഏത് ഉറക്കത്തിലും റബ്ബാരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി അത് ആലങ്കാരികമായാലും ഗൗരവത്തിലായാലും പറയാനുള്ളത് അല്ലാഹു എന്നുള്ള വാക്ക് മാത്രമാണ്. എന്നാൽ ഇന്ന് ആലങ്കാരികമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്കെന്താ? മടവൂരാണി എന്ന് പറയാൻ മാത്രമുള്ള തൊലിക്കട്ടികൾ വന്നിട്ടുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ നിന്ന് തെറ്റിയപ്പോൾ ഇത്തരം വാചകങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കണം.
ആ വിശ്വാസം നമ്മൾ ക്ലിയർ ചെയ്യണം. ആ വിശ്വാസത്തെ നമ്മൾ ആയത്തിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ മീസാനിൽ കനം തൂക്കുന്ന വിശ്വാസങ്ങളാക്കിക്കൊണ്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്തും ഓർമ്മപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, SIR എന്നുള്ളത് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് പൂരിപ്പിച്ച് ആരെങ്കിലും നൽകാനുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ നൽകണം. ഒരു വോട്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ലാഘവത്തായിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ കാണരുത്. അതെത്രയും പെട്ടെന്ന് പൂരിപ്പിച്ച്, ഇപ്പം നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഇന്നലെ ഇന്ന് നാളൊക്കെ ആയിട്ട് പെട്ടെന്നത് ഫോമുകൾ തിരിച്ചു നൽകണമെന്നുള്ളതാണ് കലക്ടറുടെയൊക്കെ നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് വരുന്ന ആളുകൾ, ഇതിന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ, അവരെ നമ്മൾ ഒരിക്കലും തന്നെ പ്രയാസപ്പെടുത്തരുത്. നമ്മളെക്കാൾ കൂടുതൽ മാനസിക സംഘർഷങ്ങൾ ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ആളുകളാണ് ആര്? അവർ. ഒന്ന്, ആളുകൾക്കിടയിൽ നിന്നുള്ള ചോദ്യങ്ങളും പല രൂപത്തിലുള്ള ചീത്ത വാക്കുകൾ കൊണ്ടാണ് അവർ പൊറുതിമുട്ടുന്നത്. രണ്ടാമത്തത്, മുകളിൽ നിന്നുള്ള പ്രഷർ എന്ന് പറയുന്നത് സ്വകാര്യമായിക്കൊണ്ട് അവരോടൊക്കെ ചോദിച്ചാലേ അവരൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ എന്താ അവർ തുറന്ന് പുറത്തേക്ക് പറയാത്തെന്ന് ചോദിച്ചാൽ അവരുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് പോകുമെന്നുള്ളത് കൊണ്ടാണ് പലരും ഇന്ന് അതിൻ്റെ സത്യാവസ്ഥകൾ തുറന്നു പറയാത്തത്. അതുകൊണ്ട് അത്തരം ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ മാന്യമായിക്കൊണ്ട് സംസാരിക്കാൻ, മാന്യമായിക്കൊണ്ട് നമ്മുടെ അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പൂരിപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്താക്കണം, അത് തിരിച്ചു നൽകി നമ്മുടെ നിലനിൽപ്പിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തത്, നമ്മുടെ ജാമിയ കലണ്ടർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് ദീനി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തിട്ടുള്ളൊരു സ്ഥാപനമാണ് ജാമിയ അൽ ഹിന്ദ് എന്നുള്ളത്. ഇന്ന് ഒരുപാട് മിമ്പറുകളിൽ ഖുതുബകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരാണ്. ദഅവ രംഗത്തും പ്രബോധന രംഗത്തൊക്കെ ധാരാളം ആളുകൾ, അത്തരം ആളുകളുണ്ട്. അവരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ജാമിഅ എന്ന് പറയുന്നത്. അതിലേക്കുള്ളൊരു സംഭാവനകളാണ് ആ കലണ്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താക്കണം, ഒരു കോപ്പി കൈപ്പറ്റിക്കൊണ്ട് നമ്മൾ എന്താക്കാം, അതിലേക്ക് സഹകരിക്കണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ തുലാസ് കനം തൂങ്ങുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി ഹഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്, അതുപോലെ തന്നെ മീസാനിൽ കനം തൂങ്ങുന്ന വാചകം, നാവ് കൊണ്ട് നമുക്ക് പറയാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ വാചകം നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടത്, ഓരോ ദിവസവും നമ്മൾ ഇത് എത്ര വട്ടം പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അറിയാത്ത പദങ്ങളൊന്നുമല്ല. മീസാനിൽ കനം തൂങ്ങുന്ന വലിയ ഭാരമുണ്ടാക്കുന്ന ഒന്നാണ് ദിക്ർ എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഭാരമുള്ള പദങ്ങളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
പക്ഷെ ഇന്ന് നേരം പുലർന്നപ്പോൾ ഇത്തരം വാചകങ്ങൾ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രവാചകന്റെ പ്രയോഗം ഇങ്ങനെയാണ്: വൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് തംലഉൽ മീസാൻ, തുലാസിനെ നിറക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അൽഹംദുലില്ലാ എന്ന വാക്ക്. അതുകൊണ്ട് ബോധപൂർവം സമയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എന്താക്കുക, ഇത്തരം ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ട് നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ തുലാസുകൾ കനം തൂങ്ങി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആളുകൾ ഉൾപ്പെടാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് തുലാസിൽ കനം തൂങ്ങി അവൻ്റെ സ്വർഗം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, രോഗികൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ജുമാക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ CP സലീമുട്ടൊരു പ്രാർത്ഥനയുടെ വസിയത്ത് വയനാട് ജില്ലയിലെ ഫത്താഹിൻ്റെ അമ്മാവൻ്റെ മകന് വളരെ പ്രയാസകരമായി കൊണ്ട് ICUവിലാണ് എന്നുള്ള ഒരു മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുടെ രോഗത്തെ സുഖപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുടെ വേദനകൾക്ക് ശമനം നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ നമ്മളിൽ പലരും പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാനും മുസ്ലിമായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله. اللهم صل على محمد.